നല്ല വീശി അടിച്ച പോലത്തെ സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുള്ള പൊറോട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ട് അത് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഇളം ചൂടുള്ള പാല് 1 അരക്കപ്പ് ഇത്രയും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 കിലോ മൈദ എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പൊറോട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അതിൻ്റെ കുഴക്കലിലാണ്. അപ്പം മാവ് നല്ലോണം കുഴച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂക്കി നമുക്ക് ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതൊരു തുണിയിട്ട് ഒന്ന് മൂടി വെക്കാം, ഇല്ലെങ്കിൽ ഈച്ച പ്രാണി ശല്യങ്ങളൊക്കെ വന്ന് അതിനകത്ത് വീണാലോ. അതിനുശേഷം മാവ് എടുത്തിട്ട് നല്ലോണം നീട്ടി നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എത്ര ഉരുള വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. എന്നിട്ട് അതിന് മീതെ സൺഫ്ലവർ ഓയിൽ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിൽ തൂക്കി കൊടുക്കുന്നത് അതിന് ചെറിയൊരു സോഫ്റ്റ്നെസ്സും കൂടി കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഓരോ ഉരുളകളെടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റുന്ന പോലെ നമുക്കത് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരെണ്ണം പരത്തിയതിന് ശേഷം അതിൻ്റെ മീതെ സൺഫ്ലവർ ഓയിൽ തൂക്കി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ അടുത്ത് വയ്ക്കാം. അങ്ങനെ എല്ലാ ഉരുളകളും നമുക്ക് പരത്തിയെടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം എല്ലാം കൂടി കൂട്ടി നമുക്ക് പറ്റാവുന്ന അത്രയ്ക്ക് കനം കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതെന്തിനാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീശി അടിക്കുന്നത് ഒഴിവാക്കാനായിട്ടാണ്. അപ്പം മാക്സിമം കനം കുറച്ച് നമുക്ക് പരത്തിയെടുത്തതിന് ശേഷം 2 സൈഡും ഇതുപോലെ മടക്കി കൊടുത്ത് അതിൻ്റെ മീതെ സൺഫ്ലവർ ഓയിൽ തൂകിയിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും നമുക്ക് മടക്കി കൊടുക്കാം. ഈ ഇടയ്ക്ക് മൈദപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് നല്ലോണം പരത്തിയെടുക്കാം. അത് മാക്സിമം കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്കൊരു പായ തെറുക്കണ പോലെ തെറുത്തെടുക്കാം. അങ്ങനെ തെറുത്തെടുത്തിട്ട് നമുക്ക് എന്ത് കനത്തിനാണോ വേണ്ടേ ആ കനത്തിൽ നമുക്ക് നുറുക്കിയെടുക്കാം. ഇത് ഞങ്ങൾ കുറച്ച് കനം കൂട്ടിയാണ് നുറുക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കനം കുറഞ്ഞതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് കനം കുറച്ച് നുറുക്കിയെടുത്തിട്ട് ഇതുപോലെ അടിച്ച് പരത്തി പൊറോട്ടയുടെ രൂപത്തിലാക്കിയിട്ട് നമുക്കൊരു ഫ്രൈയിങ് പാൻ വെച്ച് അതിനകത്ത് സൺഫ്ലവർ ഓയിൽ തൂക്കി കൊടുത്തതിന് ശേഷം പൊറോട്ട ഇട്ട് തിരിച്ചും മറിച്ചും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പൊറോട്ട കരിയാതെ ഇരിക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ. ഇനിയാണ് മെയിൻ പാർട്ട്. നമ്മുടെ പൊറോട്ടേനെ ഒരു ദാക്ഷിണ്യം കൂടാതെ നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുക. എന്തോരം അടിക്കുന്നോ അത്രയും പൊറോട്ട ലെയറായിട്ടും നല്ല സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം.